بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا. സത്യവിശ്വാസികളെ, ഒരു സദസ്സിൽ വന്നിരിക്കുമ്പോൾ, ഒരു ഇൽമിന്റെ മജ്‌ലിസിലിരിക്കുമ്പോൾ, ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സദസ്സിലാണെങ്കിൽ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്, ആളുകൾ കടന്നു വരുമ്പോ ആദ്യം അവിടെ പോയിരുന്ന ആളുകൾ പിന്നീട് വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്യണേ എന്നൊരു അറിയിപ്പ് കിട്ടിയാൽ ഫഫ്സഹൂ, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അത് ജുമുഅക്കാണെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിനാണെങ്കിലും സമ്മേളനത്തിനാണെങ്കിലും ഇൽമിന്റെ മജ്‌ലിസിലാണെങ്കിലും ഒന്ന് സൗകര്യം ചെയ്യണേ, എല്ലാവരും ഒന്ന് ഒതുങ്ങി നിൽക്കണേ, ആളുകൾക്ക് കടന്നു വരാൻ സൗകര്യം ചെയ്യണമേ എന്ന് അള്ളാഹുവിന്റെ ഇൽമ് പറയപ്പെടുന്ന ഒരു സദസ്സിൽ വെച്ച് നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയാൽ ഫഫ്സഹൂ, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. وَإِذَا قِيلَ انشُزُوا, നിങ്ങൾ അങ്ങനെ ചെയ്താൽ യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. നോക്കണേ, ഒരു സദസ്സായിരിക്കാം, ഒരു നിക്കാഹിന്റെ സദസ്സായിരിക്കാം, റമളാനിലെ ഒരു ദിക്റിന്റെ രാവായിരിക്കാം, ഒരു ഇൽമിന്റെ മജ്‌ലിസുൻ നൂറായിരിക്കാം, ഒരു ദിക്റിന്റെ സദസ്സായിരിക്കാം. നിങ്ങൾ സൗകര്യം ചെയ്യണേ. ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അകത്ത് കയറാൻ ഇരിക്കാൻ സൗകര്യം ചെയ്യണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൗകര്യം ചെയ്യണമേ. ഫഫ്സഹൂ, അല്ലാഹു ഒരു ഖൈർ പറഞ്ഞു തരാം. അങ്ങനെ നിങ്ങൾ സൗകര്യം ചെയ്തു. കാല് നീട്ടിയിരിക്കുകയായിരുന്നു, അപ്പൊ കാല് മടക്കി വെക്കേണ്ടി വന്നു. ഒന്ന് ചാരിയിരിക്കുകയായിരുന്നു, ഒന്ന് റിലാക്സ് ആയിട്ട്, പക്ഷെ ഒന്ന് കൺസ്ട്രെയിൻഡ് ആയി, അവിടെ ഒന്ന് സൗകര്യം ചുരുങ്ങിപ്പോയി. എന്ത് സംഭവിക്കുന്നു അറിയോ? യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളുടെ ഈ സദസ്സിൽ നിങ്ങൾ ചെയ്ത നന്മയ്ക്ക് പകരം നിങ്ങളുടെ ജീവിതത്തിലുടനീളം അല്ലാഹു നിങ്ങൾക്ക് സൗകര്യവും വിശാലതയും ചെയ്തു തരും. നോക്കി, നിങ്ങൾ ഒരു ചെറിയ നന്മ ചെയ്യുമ്പോഴേക്കും അല്ലാഹു അതിന് പകരം തരുന്നത് ജീവിതത്തിലുടനീളമാണ്. യഫ്സഹില്ലാഹു ലക്കും. وَإِذَا قِيلَ انشُزُوا فانشُزُوا, സമ്മേളനം പിരിച്ചുവിട്ടിരിക്കുന്നു, മജ്‌ലിസ് തീർന്നിരിക്കുന്നു, എല്ലാവരും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്, നിങ്ങൾ പോയേക്കണം. ഫൻഷുസു, മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ പോകണം, പിന്നെ അവിടെ കൂടി നിൽക്കരുത്. അതൊരു സദസ്സിന്റെ മര്യാദ അങ്ങനെയാണ്. കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവരും പോകണം. ഫൻഷുസു. എന്നിട്ട് അല്ലാഹു പറയുന്നത് നോക്കൂ, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിൽ ഈമാനും ഇൽമുമുള്ള അറിവുമുള്ള ആളുകൾക്ക് അല്ലാഹു ഒരുപാട് സ്ഥാനങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ഉയർച്ച തരും. ഇത് പറഞ്ഞത് ഒരു സദസ്സിൽ അദബ് കാണിക്കണം എന്ന് പറഞ്ഞതിന്റെ ഉടനെയാണ്. ഒരു ഇൽമിന്റെ സദസ്സിൽ നിങ്ങൾ ഒന്ന് സൗകര്യം ചെയ്യണേ എന്ന് പറഞ്ഞാൽ സൗകര്യം ചെയ്യണം. പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയേക്കണം, സംഘാടകർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടല്ല പറയാണ്, നിങ്ങളിൽ ഇൽമുള്ളവരെയും ഈമാനുള്ളവരെയും അല്ലാഹു ഒരുപാട് ദറജകൾ ഉയർത്തും. ഇങ്ങനെ ഒരു സ്ഥാനം അല്ലാഹു ഉലമാഇന് കൊടുക്കുന്നത് പോലും അതിന്റെ പരാമർശം നടന്നത് ഒരു സദസ്സിനോട് നിങ്ങൾ കരുണയോടെ വിശാല മനസ്കതയോടെ സൗകര്യം ചെയ്യണം, എല്ലാവരെയും ഉൾക്കൊള്ളണം എന്ന ഒരു മനസ്സ് വിശാലതയോടുകൂടെ നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇൽമുള്ളവർക്ക് അല്ലാഹു സ്ഥാനം കൊടുക്കുന്നു എന്ന് പറയുന്നത്.